ഹായ് ചെറുതായിട്ട് എന്റെ വ്ളോഗിലോട്ട് കയറി വെക്കുന്നത്. Welcome to the engagement vlog, guys. For anybody who might not have seen the prequel, here's a quick recap. வாழ்க்கை என்பதே அன்பினில் அன்பின் 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 அன்பினில் ഞങ്ങൾ റെഡിയായി എൻഗേജ്മെന്റിന് പോവാൻ. സേ ഹായ് ടു വ്ളോഗ്. ഹായ് ഗോർജിയസ് கொஞ்சம் റെഡിയായി ഇറങ്ങുക. ഇപ്പം നമ്മൾ ആദ്യം ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ലക്ഷ്മി ഇത് ചെയ്യാനായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരിലേക്ക് രാവിലെ തൊട്ട് പോയേക്കുന്നതാ. 10 മണി വരെ എന്തോ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറ്റിയാൽ അതിന് മുമ്പ് അവിടെ എത്താൻ പറ്റിയാൽ എന്തെങ്കിലും നമുക്കും ഇൻവോൾവ് ആവാം എന്നുള്ളൊരു സെറ്റപ്പിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ഓഡിറ്റോറിയം. അപ്പോൾ ഓക്കേ. എടാ ഈ ഒരു ജാക്ക് ഉണ്ട് ഒരെണ്ണം എടുത്തോളാം. മറ്റേ നമ്മുടെ മൊബൈലിൽ നിന്ന് ആംപ്ലിഫയറിലോട്ട് കുത്തുന്ന ടൈപ്പില്ലേ ഇവരുടെ പാട്ടിന്റെ സാധാ പിന്നെ ഒന്നിവിടെ ലുക്കാണ് ഇങ്ങോട്ട് ലുക്കാണ് കറക്റ്റ് ചെയ്ത് അവിടെ തൊട്ട് രണ്ടേയോടെ ചിരിച്ചോട് ഒരു കേട്ടില്ലേ ക്ലോസ് ആക്കി ആ നൈസ്. നടന്നു വരാം ഫ്രണ്ടിലേക്ക് രണ്ടുപേരും ചിരിച്ചിട്ട്. ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വരുമ്പോൾ കൈ റേസ് ചെയ്യുക, ഇവിടെ വരുമ്പോൾ കിസ് ചെയ്യുക. മനസ്സിലായല്ലോ. കൈവക്ക അശ്വരത്തുമ്പോ കിസ് ചെയ്യാം. എവിടെയായിരുന്നോ അറിയില്ല. എനിക്ക് വെള്ളം വേണം. ശരി, ചൂട് വെള്ളം, എനിക്ക് തണുത്ത വെള്ളം വേണം. അതേ ഉള്ളൂ. ഹായ് ചെറുതായിട്ട് എന്റെ വ്ളോഗിലോട്ട് കയറി വെക്കുന്നത്. എന്താണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്? എന്റെ എൻഗേജ്മെന്റ് ആണ്. Look at the outfit. Yeah. ഒരു രീതിയിൽ ഞാൻ തെറ്റിപ്പോയല്ലോ. യാക്കു
வச்ச சோறு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு நெத்தியில செத்து விட தோணுதடி எனக்கு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ ലക്ഷ്മിയുടെയും രാഘുവിൻ്റെയും എൻഗേജ്മെൻറ്റും ഈ കല്യാണവും ഈ ഡാൻസും എല്ലാം ഈ ഫ്രെയിമിലുള്ള എല്ലാവർക്കും അത്രയും ഇമ്പോർട്ടൻറ്റും സ്പെഷ്യലും ആയിരുന്നു. കോപ്പിറൈറ്റ് അടിച്ച് ചിലപ്പോൾ വീഡിയോ റിമൂവ് ആകാനുള്ള സാധ്യത കാരണം ഫുൾ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ബ്ലോഗിംഗ് ആണോടി. നിർത്തി കളഞ്ഞു എന്നെ ഇവിടുന്ന് ആലോചന എടുത്തിരുന്നാക്കി നല്ലതായിരുന്നു. എന്റെ കാലൊടിഞ്ഞു എന്റെ രാത്രി. ആ വ്ളോഗാണ് ഇപ്പൊ വ്ളോഗാക്കി ഇങ്ങനെ ഇങ്ങനെയല്ല ഇത് അറിയില്ലടോ. ഞാൻ പഠിക്കണോ ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്ന. അപ്പൊ ലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഹായ് ഗൈസ്, നമ്മളിന്ന് സുരയുടെ എൻഗേജ്മെന്റ് വന്നൊക്കെയാണ്. നമ്മളിപ്പോ സദ്യ കഴിക്കാൻ പോവാണ്. 3 തരം പായസം ഉണ്ട്. എന്തൊക്കെ പായസം? ഓക്കെ അപ്പൊ ലക്ഷ്മിയുടെ എൻഗേജ്മെന്റ്, ലക്ഷ്മിയാണ് കേട്ടോ സുര ബൈ ദ ബൈ. അപ്പൊ ലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഡാൻസ് ഉണ്ടായി, എൻട്രൻസിൽ ഒരു ഡാൻസ് ഉണ്ടായി, പിന്നെ നമ്മൾ സ്റ്റേജ് കയറി ഒരു ഡാൻസ് ഉണ്ടായി. ഞാൻ ഇടയ്ക്ക് അവരുടെയൊക്കെ മറന്നു, എന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണ്ട.
ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ലിപ്സ്റ്റിക് പോയോ? നിക്ക് വെള്ളം എടുത്ത് തരുമോ? നമ്മള് ഒരു 10 മിനിറ്റിൽ ഇറങ്ങാം. ആടാ. ഉണ്ടാക്കാം. 14 to 17 ഇവന്റ്സ് ഉണ്ട്. അതായത് ഫ്രൈഡേ ടു മൺഡേ എല്ലാ ദിവസവും ഇവന്റ്സ് ഉണ്ട്. എല്ലാവരും ഡ്രസ് കോഡ് ഉണ്ടോ? ഓ അതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് സമയം, എനിക്ക് ബ്രേക്ക് ആണ്. ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഡ്രസ് മേടിക്കണം. ഒരാഴ്ച മുമ്പ് അപ്പൊ ലക്ഷ്മിയുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞു ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ഹോം നൗ. ലക്ഷ്മിയുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞു ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഹായ്. വെളിച്ചത്തിൽ എന്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയൊന്നും ഇല്ല. ഇപ്പൊ കാണാം യാ കാറെടുക്കാൻ പോകാം. കഴിഞ്ഞു അല്ലേ? ഓക്കെ, എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ പരിപാടി എന്നാണ് തോന്നുന്നത്? എന്റെ വയറ്റ് സ്ഥലമില്ല, ചാമ്പാണ്. ഓക്കെ, വെരി ടയേർഡ്. യാ വെരി ടയേർഡ്. പക്ഷെ ഇറ്റ് വാസ് ഫൺ. It was very nice. Everybody were happy. ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിച്ചു. നല്ല മൂഡായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ എവരിബഡി. Subscribe to the channel and more vlogs coming. Bye. Bye. ബ്രോ Yeah. മാപ്സ് നേരെ റൈറ്റ്.